സോളാർ പാനലിന്റെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള അപേക്ഷ വൈകിപ്പിച്ച KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പിഴ വിധിച്ചു. KSEB കോഴിക്കോട് ബീച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് KSEBയുടെ ഉപഭോക്തൃ പരാതി പരിഹാര ഫോറമാണ് പിഴ വിധിച്ചത്. തിങ്കളാഴ്ചക്കകം സോളാറിന് അനുമതി നൽകണമെന്നും ഫോറം വിധിച്ചു. കോഴിക്കോട് കല്ലായി സ്വദേശി സിദ്ദീഖ് കഴിഞ്ഞ മാസം 4-നാണ് സോളാർ പാനലിന്റെ ശേഷി വർദ്ധിപ്പിക്കാനായി അപേക്ഷ നൽകിയത്. ഫീസിബിലിറ്റി റിപ്പോർട്ട് ലഭിക്കാനായി പലതവണ ബീച്ച് സെഷൻ ഓഫീസിൽ കയറിയിറങ്ങിയിട്ടും പരിഹാരമുണ്ടായില്ല. ഇതോടെയാണ് സിദ്ദീഖ് KSEB ഉപഭോക്തൃ പരാതി പരിഹാര ഫോറത്തെ സമീപിക്കുന്നത്. എക്സിസ്റ്റിംഗ് 5 kV ആണ്, അത് 10 kVയിലേക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപേക്ഷ കൊടുത്തത്. അവിടെ പരാതി കൊടുത്തപ്പോൾ അവർ വിചാരണക്ക് വിളിച്ചു. അവർ നമ്മൾ ആർഗ്യുമെൻ്റ് പറഞ്ഞു. അപ്പോൾ എയിൻ്റെ ആർഗ്യുമെൻ്റ് പറഞ്ഞു. പറഞ്ഞു ഇവിടുത്തെ ഇൻവെർട്ടറിൻ്റെ കംപ്ലൈൻ്റാണ്. ഇൻവെർട്ടർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടിട്ട് ഇവർക്ക് എക്സിസ്റ്റിങ്ങിൽ തന്നെ പവർ ഉൽപ്പാദനം കിട്ടുന്നില്ല. അപ്പോൾ അത് പരിഹരിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പരിശോധനയിൽ ബീച്ച് സെഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ മനഃപൂർവ്വം റിപ്പോർട്ട് നൽകാൻ വൈകിപ്പിച്ചെന്ന് കണ്ടെത്തിയതോടെയാണ് പിഴ ചുമത്തിയത്. തിങ്കളാഴ്ചക്കുള്ളിൽ ഫീസിബിലിറ്റി റിപ്പോർട്ട് നൽകാനും പരാതിക്കാരന് അതുവരെയുള്ള നഷ്ടപരിഹാരം നൽകാനുമാണ് പരാതി പരിഹാര ഫോറത്തിന്റെ വിധി. 10 പേര് ഇവിടെ വന്ന് പരിശോധിച്ച് നോക്കുമ്പം ഇൻവെർട്ടർ കണക്ട് ചെയ്തിട്ടില്ല. ഇൻവെർട്ടർ കണക്ട് ചെയ്യാതെ തന്നെ 257 വോൾട്ട്സാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അത് KSEBിൻ്റെ തകരാറാണ്. ഇൻലൈനിലെ വോൾട്ടേജിൻ്റെ വ്യത്യാസങ്ങളാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ വന്ന് പരിശോധിച്ച് പിറ്റേന്ന് തന്നെ ഫീസ് അടക്കാൻ വേണ്ടി പറഞ്ഞു. ഫീസ് അടക്കുന്നു. അത് ഇദ്ദേഹത്തിന് ഒരു പെനാൽറ്റി കൂടി കൊടുത്തു. അത് നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന നഷ്ടങ്ങൾ അദ്ദേഹം വഹിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ ഇറങ്ങിയത്. സോളാർ പാനലിനുള്ള അപേക്ഷകൾ വൈകിപ്പിക്കുന്നതായി ബീച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ നേരത്തെയും പരാതികൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ സോളാർ അപേക്ഷകൾ വൈകിപ്പിക്കുന്ന KSEB ഉദ്യോഗസ്ഥർക്കുള്ള തിരിച്ചടി കൂടിയാണ് ഫോറത്തിന്റെ ഈ പിഴ ചുമത്തൽ. മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്.